പാലക്കാട് LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഇ.പി. ജയരാജൻ. LDFനെ തോൽപ്പിക്കാനാകില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആരെന്ത് ശ്രമിച്ചാലും CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല, LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങളുടെ തിരക്കിലാണ് ചേലക്കരയിൽ ഇരുമുന്നണികളും. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്തുമെന്നാണ് LDF-ന്റെ കണക്ക്. എന്നാൽ UDF-ന് കാര്യമായ പ്രതീക്ഷ ചേലക്കരയിൽ ഇല്ല. സാലി ചേരുന്നു. സാലി, പോളിംഗ് ഒക്കെ കഴിഞ്ഞു, ആ തിരക്കൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ ഒരു വിലയിരുത്തൽ സാലി നടത്തിയിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണത്? ഷമ്മി, ഈ ചേലക്കരയിലെ സവിശേഷത പോളിംഗ് ശതമാനത്തിൽ വർധനവില്ല, എന്നാൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. 1000-ലധികം വോട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം 153 ഈ പ്രാവശ്യം 155 അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർധനവ് പോളിങ്ങിലുണ്ട്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലുണ്ട്. പോളിംഗ് ശതമാനം ഏറെക്കുറെ തുല്യം തന്നെയാണ്. അപ്പോൾ ആ കൂടുതലായി പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് പോകും? മറ്റ് ഇപ്പോൾ വലിയ തോതിൽ രാവിലെയൊക്കെ ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി. അത് ആരുടെ വോട്ടുകളാണ്? ആരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിൽ എത്തിച്ചത്? തങ്ങളുടെയൊക്കെ വോട്ടുകൾ സ്വന്തമായി അവകാശപ്പെടാൻ കഴിയുന്ന വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു. അങ്ങനെ 3-4 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് രണ്ട് കൂട്ടർക്കും വ്യക്തമായ നിലപാടുണ്ട്. LDF-ൻ്റെ നിലപാട് ആദ്യം പരിശോധിച്ചാൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പോളിംഗ് ഉയർന്ന തോതിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും ഉയർന്ന പോളിംഗ് ഉള്ള ഒരു 2-3 പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ അത് പാഞ്ഞാൾ, ദേശമംഗലം, വരവൂർ തുടങ്ങിയ 3-4 പഞ്ചായത്തുകളാണ്. അപ്പോൾ പാഞ്ഞാളിലൊക്കെ 75% എത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ 73, 74 ഒക്കെയാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് മുള്ളൂർക്കര 72, ചേലക്കരയും 72. ആ പ്രദേശങ്ങളുടെ രാഷ്ട്രീയം പരിശോധിക്കേണ്ടതുണ്ട് ഈ പോളിംഗ് ശതമാനം പറയുമ്പോൾ എന്ന് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ ദേശമംഗലവും വരവൂരും പാഞ്ഞാളും ഒക്കെ ആണെങ്കിൽ അവിടെ ഇടതു ഭരണത്തിലുള്ള പ്രദേശങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമല്ല അത് ഇടത് ശക്തി കേന്ദ്രങ്ങളിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും LDF-നൊപ്പം നിന്ന പ്രദേശങ്ങളാണ്. അവിടെയാണ് പോളിംഗ് ശതമാനം 75-74 എത്തിയിരിക്കുന്നത്. എന്നാൽ ചേലക്കര, മുള്ളൂർക്കര ഈ രണ്ട് പ്രദേശങ്ങളും UDF-ന് സ്വാധീനമുള്ള മേഖലയിലാണ്. ഈ ചേലക്കരയൊക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്നാണ് രണ്ട് കൂട്ടരെയും അവകാശവാദം. ചേലക്കരയിൽ 3000 വോട്ടിന് ലീഡാണ് UDF അവകാശപ്പെടുന്നത്. അപ്പോൾ UDF കേന്ദ്രമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന പ്രദേശം. തൊട്ടടുത്ത് മുള്ളൂർക്കരയും ആ സ്വഭാവമാണ്. അത്തരത്തിൽ ഒരു UDF അനുകൂല നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ സ്വീകരിച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് പഞ്ചായത്തുകളിലും പോളിംഗ് നന്നേ കുറവാണ്, 71.5, 72.5. അത് നൽകുന്ന ചില സൂചനകളുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ LDF ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. UDF-ൻ്റെ സ്വാധീന മേഖലകളിൽ നന്നേ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പൊതുചിത്രം. അങ്ങനെ നമുക്ക് പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് വിലയിരുത്താം. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തലിലേക്ക് വന്നാൽ LDF അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ 39,400 മറികടന്നുള്ളൊരു ഭൂരിപക്ഷത്തിൽ തങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ്. അതിന് അവർ പറയുന്ന ഒന്നാമത്തെ കാരണം നമ്മൾ നേരത്തെ വിശദീകരിച്ച ഉയർന്ന പോളിംഗ് നടന്ന അവരുടെ ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ ഉയർന്ന പോളിംഗാണ്. UDF ശക്തി കേന്ദ്രങ്ങളിൽ മന്ദഗതിയിലുള്ള പോളിംഗ്. അപ്പോൾ ആ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ LDF-ൻ്റെ വോട്ട് പരമാവധി ചെയ്തിട്ടുണ്ട്, UDF-ൻ്റെ വോട്ട് പെട്ടിയിലായിട്ടില്ല. അതാണ് ഒരു കാൽക്കുലേഷൻ. അത് ഈ പോളിംഗ് ശതമാനം മാത്രം അടിസ്ഥാനമാക്കി അല്ല LDF അത് പറയുന്നത്. അവർ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഉച്ചയ്ക്കും വൈകിട്ടും വോട്ടർ പട്ടികകൾ പുറത്തെടുത്ത് ടിക്ക് ചെയ്തത് പരിശോധിച്ചു. ഏതൊക്കെ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്, ഏതൊക്കെ വോട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും സ്ഥലത്തുള്ളതുമായ ചെയ്യാതെ പോയ വോട്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് LDF എത്തിയിരിക്കുന്ന നിഗമനം മരവിച്ചു പോയത് വലതു വോട്ടുകളാണ്, UDF അനുകൂല വോട്ടുകളാണ് എന്നുള്ളതാണ്. LDF വിലയിരുത്തുന്നത് തങ്ങളുടേതായ ഓരോ വോട്ടും പെറുക്കി കൊണ്ടുവന്ന് ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്ക്. അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു മുഴുവൻ വോട്ടുകളും ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഇടത് സ്ട്രാറ്റജി. അതിനനുസരിച്ച് സംഘടനാ വർക്ക് CPIM താഴെത്തട്ടിൽ തന്നെ ചെയ്തിരുന്നു. 11:30-ക്ക് മുമ്പ് പരമാവധി വോട്ട് ചെയ്യുക, 12:30-ക്ക് മുമ്പ് എല്ലാ വോട്ടുകളും ചെയ്യിക്കുക. അതായിരുന്നു പ്രവർത്തകർക്ക് CPM LDF നേതൃത്വങ്ങൾ നൽകിയിരുന്ന നിർദ്ദേശം. അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. അത് നമ്മൾ രാവിലത്തെ പോളിംഗ് ശതമാനം കണ്ടാൽ മനസ്സിലാവും. 11 മണി വരെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും 50 പേർ, 60 പേർ, 100 പേരുള്ള ക്യൂ രൂപപ്പെട്ടിരുന്നു. ശക്തമായി പോളിംഗ് നടന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ട്. അതൊരു 11:30 വരെ 12:30 വരെ നിന്നു. 2 മണി വരെ
51% പോളിംഗ്, അത് പകുതിയിലധികം മൊത്തം വോട്ടർമാരെ പകുതിയിലധികം പേരും ഒരു 1.5-2 മണി വരെ ചേലക്കരയിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ബാക്കി 20% പേരാണ് ബാക്കിയുള്ള 6 മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്തത്. അപ്പം രാവിലെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ ബഹുഭൂരിപക്ഷവും LDFൻ്റേതാണ് എന്ന് LDF കണക്ക് നിരത്തി അവകാശപ്പെടുന്നുണ്ട്. ആ കണക്കിലൊരു ബേസ് ഉണ്ടെന്ന് നമുക്കും തോന്നുന്നുണ്ട്. കാരണം ആ പ്രദേശങ്ങളും ഇന്നലത്തെ പോളിംഗ് സ്റ്റേഷനിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വിലയിരുത്തിയാൽ LDF വോട്ടുകൾ പൂർണ്ണമായി ചെയ്തിട്ടുണ്ടെന്നൊരു വിലയിരുത്തലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് പൊതുവെ ഉണ്ടാവുക. അത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ UDF വോട്ടുകൾ വൈകുന്നേരത്തേക്ക് കുറേ വോട്ടുകൾ 1-2 ഒക്കെ ആയിട്ട് വന്ന് ചെയ്തു. അതിനർത്ഥം രാവിലെ UDF വോട്ടുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ മടി കാണിച്ചു. ചിലതൊക്കെ അവർ വിളിച്ചു കൊണ്ടുവന്ന് ചെയ്യിക്കുകയും ചെയ്തു. പക്ഷേ ശേഷിക്കുന്ന കുറച്ച് വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ UDFൻ്റേതാണ് എന്നുള്ളതാണ് UDFൻ്റെ തന്നെ വിലയിരുത്തൽ. അപ്പോൾ അത് നൽകുന്നൊരു കണക്കുണ്ട്. LDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ആ ആത്മവിശ്വാസം ഇല്ല. പോളിങ്ങിന് തലേ ദിവസം വരെ നേരിയ മാർജിനിൽ രമ്യ ഹരിദാസ് ജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ നമ്മളോട് അടക്കം പറഞ്ഞത്. നേരിയ മാർജിനിൽ. ഇത് ഇടതു മണ്ഡലമാണ്, അതുകൊണ്ട് നേരിയ മാർജിനിലൊരു അട്ടിമറി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ പോളിംഗ് ശതമാനം കഴിഞ്ഞപ്പോൾ അവർ ആ നേരിയ മാർജിൻ വിട്ടിട്ട് ചില വിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ഈ മണ്ഡലം ലഭിക്കും എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ആ കൺസോളിഡേഷൻ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ജനവിഭാഗങ്ങളുടേതാണ്. അത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, SDPI തുടങ്ങിയ മതസാമുദായിക വർഗീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വോട്ടുകൾ, SDPIക്ക് 1000-ലധികം വോട്ടുകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്ക് 1000-400 വോട്ടുണ്ട്. ഇവിടെ അപ്പോൾ 2000-നടുത്തോട്ട് 1600-അധികം അടുത്തോട്ട് ഈ ജനവിഭാഗങ്ങൾക്കുണ്ട്. അവർ കൺസോളിഡേറ്റ് ചെയ്ത് UDFന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്ത് നമുക്കറിയാം. ആ വോട്ട് UDF പെട്ടിയിൽ കഴിഞ്ഞ തവണ വീണതാണ്. ഇത്തവണ പക്ഷേ അവർ പരസ്യമായി അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു. അപ്പോൾ ആ വോട്ടുകൾ എങ്ങനെയായാലും കഴിഞ്ഞ തവണ UDFൻ്റെ പെട്ടിയിൽ പോയ 1800 വോട്ട് ഇത്തവണ അതേപടി അൻവറിൻ്റെ പെട്ടിയിൽ വീഴും. അതായത് സുധീറിൻ്റെ സ്ഥാനാർത്ഥി, അൻവറിൻ്റെ സ്ഥാനാർത്ഥി DMK സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അതിനർത്ഥം UDFൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അൻവറിൻ്റെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അൻവറിൻ്റെ സ്ഥാനാർത്ഥി എത്ര മാക്സിമം വോട്ട് പിടിച്ചാലും 2000-2500 അധികം വോട്ട് പിടിക്കില്ല. അതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം. ആകെ കിട്ടുന്ന ഈ മതസാമുദായിക വർഗീയ ശക്തികളുടെ സംഘടിതമായ വോട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2500 വോട്ട് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ആ വോട്ട് പോവില്ല. അപ്പോൾ പൊതുചിത്രം എങ്ങനെയാണ്? ഈ UDFൻ്റെ റിബൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഘടകം. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചിട്ട് LDF എത്തിയിരിക്കുന്ന ഒരു നിഗമനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 39,400 എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കും എന്ന് തന്നെയാണ് അവരുടെ കണക്ക്. UDFനാകട്ടെ ഒരു ആത്മവിശ്വാസത്തോടുള്ള പ്രതികരണത്തിന് അവർ തയ്യാറാവുന്നുമില്ല എന്നുള്ളതാണ് സാഹചര്യം. സാലി നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഇത്തവണ ചേലക്കരയിൽ UDF വലിയ രീതിയിലുള്ള ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. നേതാക്കന്മാരടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ മുൻ നേതാവ് NK സുധീറാണ് അവിടെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയത്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടിനൊപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സ്വാധീനിക്കാൻ ഈ സുധീറിന് സാധ്യതയുണ്ടോ? അതും കുറച്ച് വോട്ട് നഷ്ടപ്പെടും. UDFൻ്റെ വോട്ട്, പരമ്പരാഗത വോട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു വിള്ളൽ, അത് രണ്ടാമത്തെ ഘടകമാണ്. കാരണം സുധീർ AICC മെമ്പറാണ്, KPCC സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ തവണ ഇവിടെ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നല്ല ശക്തമായ മത്സരം കാഴ്ചവെച്ച ആളാണ്. അപ്പോൾ UDF പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട സ്വാധീനമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ളൊരു നെഗറ്റീവ് ഇമേജ് ചില കേന്ദ്രങ്ങളിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പരമ്പരാഗത UDF വോട്ടുകളിൽ പെനിട്രേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാകണം. എങ്ങനെ കഴിഞ്ഞാലും അത് അധിക വോട്ടുകളൊന്നും ആ വഴിക്ക് നഷ്ടപ്പെടില്ല. കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടുകൾ പോകുമെന്നല്ലാതെ അതിൻ്റെ ഒരു കണക്ക് ആരുടെ കൈവശവുമില്ല. കുറേ വോട്ടുകൾ, ഞങ്ങളുടെ കുറച്ച് വോട്ടുകൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥി സുധീർ കൊണ്ടുപോയേക്കാമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെന്നല്ലാതെ അക്കാര്യത്തിൽ അൻവറിനും സുധീറിനുമോ കോൺഗ്രസിനോ UDFനോ കൃത്യമായൊരു വിലയിരുത്തലോ കണക്കോ ഇല്ല. കുറച്ച് വോട്ട് പോകും എന്നതിനപ്പുറം കാര്യമായൊരു ക്ഷതം അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പോകുന്നത് ഓരോന്നും അത് UDF പാളയത്തിൽ വീഴേണ്ട വോട്ടാണ് അൻവറിൻ്റെ പെട്ടിയിൽ അല്ലെങ്കിൽ സുധീറിൻ്റെ പെട്ടിയിലേക്ക് വീഴാൻ പോകുന്നു. അതും UDF നേരിടുന്ന നേരിയതാണെങ്കിൽ ഒരു പ്രതിസന്ധി തന്നെയാണ്. ചേലക്കരയിലെ തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനവുമായി സാലിയാണ് എത്തിയത്.